മുഖ്യമന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും AI നിർമ്മിത ഫോട്ടോ പ്രചരിപ്പിച്ചതിന് എൻ സുബ്രഹ്മണ്യൻ പോലീസ് കസ്റ്റഡിയിൽ. താൻ പങ്കുവച്ചത് യഥാർത്ഥ ചിത്രങ്ങൾ എന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ് നേതാവായ സുബ്രഹ്മണ്യൻ. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണ്. വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. ആ കാര്യത്തിൽ ഒരു സംശയവും കാര്യത്തിലില്ല. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വീഡിയോ ആണത്. ആ വീഡിയോന്ന് ക്യാപ്ചർ ചെയ്ത ഫോട്ടോ അത്. ഇത് ഇത്ര സെക്കൻഡ്, ഒരു 1.28.7 എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഒരു സമയത്ത് ക്യാപ്ചർ ചെയ്ത് എടുക്കുന്ന ഫോട്ടോ ആണ്. പലതും AI നിർമ്മിതിയാക്കുകയാണ്. ഇതൊന്നും AI നിർമ്മിതിയല്ല. ഇംതിയാസ് കരിയുമുണ്ട് വിവരങ്ങളുമായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. DCC അധ്യക്ഷനടക്കമുള്ളവർ അങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. എന്താണ് നിലവിൽ കിട്ടുന്ന വിവരങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യനെതിരെയാണ് ഇപ്പോൾ കലാപാഹ്വാനത്തിന് ഈ ഫോട്ടോ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴി ഇപ്പോൾ അദ്ദേഹത്തെ കോഴിക്കോട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആശുപത്രി വിടാൻ അല്പസമയമെടുക്കും. കാരണം അദ്ദേഹത്തിന് BP-യുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. DCC അധ്യക്ഷൻ K. പ്രവീൺകുമാർ അടക്കം ഈ ആശുപത്രി പരിസരത്ത് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളടക്കം ഉന്നയിച്ചു കഴിഞ്ഞു. DCC അധ്യക്ഷൻ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. കലാപാഹ്വാനത്തിന് കേസെടുത്തു, ഒടുവിൽ കസ്റ്റഡിയിലും എടുത്തു. പക്ഷേ ഇപ്പോഴും ഫോട്ടോ യഥാർത്ഥ ഫോട്ടോയാണെന്ന കാര്യത്തിൽ എൻ സുബ്രഹ്മണ്യൻ അടക്കം ഉറച്ചു നിൽക്കുകയാണ്. അല്ല, ഞാൻ അതിലേക്ക് കിടക്കുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഭ്രാന്ത് പിടിച്ചോ എന്ന് ഞങ്ങളുടെ സംശയം. കാരണം ഈ കേസെടുത്ത് നടപടിത്തിനൊക്കെ പ്രതിഷേധമുണ്ട്. കാരണം സുബ്രഹ്മണ്യൻ ചെയ്തു എന്ന് പറയുന്ന അതേ കുറ്റം രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരേ കുറ്റമാണ് ചെയ്തത്. രാജീവ് ചന്ദ്രശേഖരനെതിരെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ ചെറുവിരലണക്കാത്ത CPM ഭരിക്കുന്ന സർക്കാരിൻ്റെ പോലീസ് KPCC രാഷ്ട്രീയ സമിതിയുടെ കേസെടുത്തു. ഇന്നലെ ഞങ്ങൾക്ക് FIR-ൻ്റെ കോപ്പി കിട്ടി. ബെയിലബിൾ ഒഫൻസാണ്. ബെയിലബിൾ ഒഫൻസായ ഒരു കേസിൽ അസമയത്ത് പോയി വീട് പടഞ്ഞൊരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് വലിയൊരു ഭീകരാന്തരം സൃഷ്ടിക്കുന്ന രീതി കേരളത്തിലെ നീതി നിർവഹണ ചരിത്രത്തിൽ ആദ്യമാണ്. ഇതൊരു ജനാധിപത്യ സർക്കാരിന് യോജിച്ച നടപടിയല്ല. ഞാനൊരു കാര്യം പറയുന്നു, ഇതിന് കടുത്ത വില കേരളത്തിലെ CPM സർക്കാരും നൽകേണ്ടി വരും. കലാപാഹ്വാനം എന്നുള്ള വകുപ്പ് കുറച്ച് ഗൗരവമുള്ള വകുപ്പ് തന്നെയാണ്. കാരണം ഒരു ഫോട്ടോ പങ്കുവച്ചതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഈ യഥാർത്ഥ ഫോട്ടോ എന്ന് പറയുന്ന ഈ ഫോട്ടോയിൽ തന്നെ ചില കൃത്രിമത്വം നടത്തി എന്നും കൂടെ ഒരു ആരോപണം വരുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കുന്നത് ഇതേ പോലീസ് കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത FIR പ്രകാരമാണ്. ഇന്നലെ ഞങ്ങൾക്ക് ലഭിച്ച FIR-ൽ ബെയിലബിൾ ഒഫൻസേ സുബ്രഹ്മണ്യനുള്ളൂ. അവരെന്നെ ആ ബെയിലബിൾ ഇപ്പം ഞാൻ CAയോട് സംസാരിച്ചു. CAയും പറഞ്ഞു ബെയിൽ ഒഫൻസേ ഉള്ളൂ. സുബ്രഹ്മണ്യൻ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനാണ്, KPCCയുടെ രാഷ്ട്രീയ നേതാവാണ്, ഞങ്ങളുടെ നേതാവാണ്. അദ്ദേഹത്തിന് ഫോൺ ചെയ്താൽ ശേഷരാജരാവില്ലേ? അത് അത്രമാത്രം നടക്കേണ്ട ഒരു കേസാണ്. അത് മാത്രമല്ല, ഇവിടെ DYSP ഉണ്ടായിരുന്നല്ലോ, AC. അദ്ദേഹം സ്ത്രീ പീഡന കേസിൽ പ്രതിയായി സസ്പെൻഡ് കഴിയുക. അദ്ദേഹത്തിൻ്റെ പേരിൽ പെറ്റി കേസ് എടുത്തിട്ടില്ല പോലീസ്. ആ പോലീസാണ് സുബ്രഹ്മണ്യനെതിരെ കേസെടുക്കുകയും ബെയിലബിൾ ഒഫൻസായിട്ട് പോലും അകാരണമായി അസമയത്ത് പോയി വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തത്. ഇത് ഞങ്ങൾ വെറുതെ വിടില്ല. നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദത്തിന്റെ അളവിൽ ചെറിയൊരു വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. അത് വരട്ടെ, അതിനുശേഷം ഞങ്ങൾ ആലോചിക്കും, കാര്യങ്ങളിലേക്കും. ഏതായാലും കയ്യും കെട്ടി കോൺഗ്രസ് നോക്കി നിൽക്കില്ല. കയ്യും കെട്ടി കോൺഗ്രസ് ഈ നടപടി നോക്കി നിൽക്കില്ല. മോത്തി, അതാണ് കയ്യും കെട്ടി കോൺഗ്രസ് നോക്കി നിൽക്കില്ല. അന്യായമായ കസ്റ്റഡി, അന്യായമായിട്ടാണ് ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയത് എന്നാണ് കോൺഗ്രസ് ഇതിനോടകം ഉന്നയിക്കുന്ന വിമർശനം. അപ്പോഴും എടുത്തു പറയേണ്ടത്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ചിത്രം അത് യഥാർത്ഥ ചിത്രമാണോ യഥാർത്ഥ ചിത്രമല്ലോ എന്നൊക്കെ പരിശോധിക്കാൻ അതിൻ്റെ സാങ്കേതിക വിദ്യയ്ക്ക് ഉപയോഗിച്ച് ഇക്കാലത്ത് കൃത്യമായി പരിശോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. അപ്പോഴാണ് ഇതിലൊരു വാദപ്രതിവാദം. സർക്കാർ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനടക്കം ഇന്നലെ അടക്കം പറഞ്ഞത് ഇത് യഥാർത്ഥ ചിത്രമല്ല, AI ആണ്, അതൊക്കെ അതിൻ്റെ സത്യമൊക്കെ പുറത്തു വരുമെന്നുള്ള രീതിയിലാണ് വലിയ ആത്മവിശ്വാസത്തോടെ ഇന്നലെയൊക്കെ സംസാരിച്ചത്.